അനുഭൂതിയാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല. ഓരോ യാത്രകൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം യുഎസിലെ കണക്റ്റിക്കറ്റ് സ്റ്റേറ്റിലെ ഹാമോണസെറ്റ് ബീച്ചാണ്. കടൽ എന്നും ഒരു കൗതുകമുണർത്തുന്ന കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ബീച്ചുകൾ നിരവധി കണ്ടിട്ടുണ്ടെങ്കിലും യുഎസിലെ ബീച്ച് എങ്ങനെയിരിക്കുമെന്ന് കാണാൻ ഒരാഗ്രഹം തോന്നി. നമ്മുടെ നാട്ടിലെ ബീച്ചുകളെ അപേക്ഷിച്ച് തിരകൾ നന്നേ കുറവാണിവിടെ. മിക്ക ആളുകളും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന രാജ്യമാണ് അമേരിക്ക. ഇവിടേക്ക് എത്തിപ്പെടേണ്ടത് എങ്ങനെയെന്നത് പലർക്കും സംശയമാണ്. ഞങ്ങളുടെ യാത്രകൾക്കിടയിൽ യുഎസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നാൽ കഴിയുന്ന വിധം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ്. വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരം വിസകളാണ് യുഎസ് വിദേശികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇമിഗ്രന്റ് ആൻഡ് നോൺ ഇമിഗ്രന്റ് വിസകളാണ് ഇവിടെ നിലവിലുള്ളത്. വിനോദസഞ്ചാരം, ബിസിനസ്, പഠനം അല്ലെങ്കിൽ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി യുഎസിൽ താൽക്കാലികമായി താമസിക്കുന്നതിനുള്ള വിസയാണ് നോൺ ഇമിഗ്രന്റ് വിസ. B1, B2, FM, J, H, L, O, P, R എന്നിവയാണ് നോൺ ഇമിഗ്രന്റ് വിസകൾ. B1 എന്നത് ബിസിനസ് യാത്രക്കാർക്കുള്ള വിസയാണ്. ടൂറിസ്റ്റുകൾക്കും കുടുംബ സന്ദർശകർക്കുമുള്ളതാണ് B2 വിസ. സ്റ്റുഡന്റ് വിസകളാണ് Fഉം Mഉം. അതിൽ F1 വിസ അക്കാഡമിക് സ്റ്റുഡൻസിനും M1 വിസ വൊക്കേഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റുഡൻസിനും ഉള്ളതാണ്. F2, M2 വിസകൾ F1, M1 വിസ ഹോൾഡേഴ്സിന്റെ ഡിപ്പെൻഡൻസുകൾക്കുള്ള വിസകളാണ്. എക്സ്ചേഞ്ച് സന്ദർശകർക്കുള്ള വിസകളാണ് J വിസകൾ. സ്റ്റുഡൻസ്, ട്രെയിനീസ്, ടീച്ചേഴ്സ്, റിസർച്ച് സ്കോളേഴ്സ് എന്നിവർക്കുള്ള വിസയാണ് J1 വിസ. J1 വിസ ഹോൾഡേഴ്സിന്റെ ഡിപ്പെൻഡൻസുകൾക്കുള്ള വിസയാണ് J2. ടെമ്പററി വർക്കേഴ്സിനുള്ള വിസയാണ് H വിസകൾ. H1B സ്പെഷ്യാലിറ്റി ഒക്കുപേഷൻ വർക്കേഴ്സിനും H2A ടെമ്പററി അഗ്രികൾച്ചർ വർക്കേഴ്സിനും H2B ടെമ്പററി നോൺ അഗ്രികൾച്ചർ വർക്കേഴ്സിനുമുള്ള വിസകളാണ്. മെഡിക്കൽ അല്ലെങ്കിൽ അക്കാഡമിക് ട്രെയിനികൾക്കും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച് വിസിറ്റേഴ്സിനുമുള്ള വിസയാണ് H3 വിസ. H വിസ ഹോൾഡേഴ്സിന്റെ ഡിപ്പെൻഡൻസിനുള്ള വിസകളാണ് H4 വിസ. ഇൻട്രാ കമ്പനി ട്രാൻസ്ഫറീസിനുള്ള വിസകളാണ് L വിസകൾ. എക്സിക്യൂട്ടീവ്സിനും മാനേജേഴ്സിനും ഉള്ളതാണ് L1A. സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ള എംപ്ലോയീസിനുള്ളതാണ് L1B. L1 വിസ ഹോൾഡേഴ്സിന്റെ ഡിപ്പെൻഡൻസിനുള്ള വിസയാണ് L2. അസാധാരണമായ കഴിവോ നേട്ടമോ ഉള്ള വ്യക്തികൾക്കുള്ള വിസകളാണ് O വിസകൾ. ശാസ്ത്രം, കല, വിദ്യാഭ്യാസം, ബിസിനസ് അല്ലെങ്കിൽ അത്ലറ്റിക്സ് എന്നിവയിൽ അസാധാരണമായ കഴിവുള്ള വ്യക്തികൾക്കുള്ള വിസയാണ് O1. O1 വിസ ഹോൾഡേഴ്സിന്റെ ആവശ്യ സപ്പോർട്ട് പേഴ്സണിനുള്ള വിസയാണ് O2. O1, O2 വിസ ഹോൾഡേഴ്സിന്റെ ഡിപ്പെൻഡൻസിനുള്ള വിസയാണ് O3. അത്ലറ്റ്സ്, ആർട്ടിസ്റ്റ്, എന്റർടൈനർ എന്നിവർക്കുള്ള വിസകളാണ് P വിസകൾ. അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട അത്ലറ്റ്സിനും എന്റർടൈൻമെന്റ് ഗ്രൂപ്പ്സിനുമുള്ള വിസകളാണ് P1. പരസ്പര വിനിമയ പ്രോഗ്രാമുകളിലെ ആർട്ടിസ്റ്റുകൾക്കും എന്റർടൈനേഴ്സിനുമുള്ളതാണ് P2 വിസ. കൾച്ചറലി യുണീക് പ്രോഗ്രാമുകളിലെ ആർട്ടിസ്റ്റുകൾക്കും എന്റർടൈനേഴ്സിനുമുള്ളതാണ് P3 വിസ.
P1, P2, P3 വിസ ഹോൾഡേഴ്സിന്റെ ഡിപ്പെൻഡന്റിനുള്ളതാണ് P4 വിസ. റിലീജിയസ് വർക്കേഴ്സിനുള്ള വിസയാണ് R വിസകൾ. അതിൽ R1 റിലീജിയസ് വർക്കേഴ്സിനും R2 അവരുടെ ഡിപ്പെൻഡൻസിനുമുള്ള വിസയാണ്. അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള വിസയാണ് ഇമിഗ്രന്റ് വിസകൾ. ഫാമിലി ബേസ്ഡ് ഇമിഗ്രന്റ് വിസ, എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഇമിഗ്രന്റ് വിസ, ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രാം, സ്പെഷ്യൽ കാറ്റഗറീസ് എന്നിവയെല്ലാം ഇമിഗ്രന്റ് വിസകളിൽ ഉൾപ്പെടുന്നു. ഇമ്മീഡിയറ്റ് റിലേറ്റീവ് അഥവാ IRഉം ഫാമിലി പ്രിഫറൻസ് F വിസകളും ഫാമിലി ബേസ്ഡ് ഇമിഗ്രന്റ് വിസകളിൽ ഉൾപ്പെടുന്നു. US പൗരന്മാരുടെ അടുത്ത ഫാമിലി മെമ്പേഴ്സിനുള്ളതാണ് IR വിസകൾ അഥവാ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് വിസകൾ. ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, 21 വയസ്സിന് താഴെയുള്ള അവിവാഹിതരായ കുട്ടികൾ എന്നിവയെല്ലാം ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. US പൗരന്റെ ഡിസ്റ്റന്റ് റിലേറ്റീവിനുള്ള വിസകളാണ് ഫാമിലി പ്രിഫറൻസ് വിസകൾ. EB1, EB2, EB3, EB4, EB5 എന്നിവയെല്ലാം എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഇമിഗ്രന്റ് വിസകളിൽ ഉൾപ്പെടുന്നു. അസാധാരണമായ കഴിവുള്ള വ്യക്തികൾ, മികച്ച പ്രൊഫസർമാരും ഗവേഷകരും, ചില മൾട്ടിനാഷണൽ എക്സിക്യൂട്ടീവുകളും മാനേജർമാരും ഉൾപ്പെടെയുള്ള വർക്കേഴ്സിനുള്ളതാണ് EB1 വിസകൾ. ഉന്നത ബിരുദമുള്ള പ്രൊഫഷണലുകൾക്കും അസാധാരണ കഴിവുള്ള വ്യക്തികൾക്കുമുള്ള വിസകളാണ് EB2. വിദഗ്ധ തൊഴിലാളികൾക്കും പ്രൊഫഷണലുകൾക്കുമുള്ളതാണ് EB3 വിസകൾ. മതപരമായ പ്രവർത്തകർക്കും US ഗവൺമെന്റിന്റെ ദീർഘകാല ജീവനക്കാർക്കുമുള്ള വിസയാണ് EB4. ഇമിഗ്രന്റ് ഇൻവെസ്റ്റേഴ്സിനുള്ളതാണ് EB5 വിസകൾ. US-ലേക്കുള്ള കുറഞ്ഞ കുടിയേറ്റ നിരക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്കുള്ള വിസകളാണ് DV വിസകൾ. വാർഷിക ലോട്ടറി പ്രോഗ്രാമിലൂടെയാണ് ഇത്തരം വ്യക്തികളെ സെലക്ട് ചെയ്യുന്നത്. അടുത്തത് സ്പെഷ്യൽ കാറ്റഗറീസ്. US പൗരന്മാരുടെ ഫിയാൻസികൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കുമുള്ള വിസകളാണ് K വിസകൾ അഥവാ സ്പെഷ്യൽ കാറ്റഗറീസ്. K1 US പൗരന്മാരുടെ ഫിയാൻസികൾക്കുള്ള വിസകളാണ്. K2, K1 വിസ ഹോൾഡേഴ്സിന്റെ കുട്ടികൾക്കുള്ള വിസയാണ്. US പൗരന്മാരുടെ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളതാണ് K3 വിസ. K3 വിസ ഹോൾഡേഴ്സിന്റെ കുട്ടികൾക്കുള്ള വിസയാണ് K4. ഇവയെല്ലാമാണ് US-ലെ പ്രധാനപ്പെട്ട ഇമിഗ്രന്റ് ആൻഡ് നോൺ ഇമിഗ്രന്റ് വിസകൾ. പ്രധാനമായും H1B, L1, F1, M1 വിസയിലാണ് കൂടുതൽ ആളുകൾ US-ലേക്ക് വരുന്നത്. ഈ വിസകൾക്കെല്ലാം ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വിസക്കാർക്ക് ഇമിഗ്രന്റ് വിസയായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇമിഗ്രന്റ് വിസക്കാർക്ക് ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ US സിറ്റിസണായി മാറാനും സാധിക്കുന്നതാണ്. USCIS എന്ന ഡിപ്പാർട്ട്മെന്റാണ് US വിസകളുമായി ബന്ധപ്പെട്ട സർവീസുകൾ ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ വിസകൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും അതിൻ്റെ കാലാവധി തുടങ്ങിയ ഡീറ്റെയിൽഡായ കാര്യങ്ങൾ അടുത്ത യാത്രകളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഹാമോണസെറ്റ് ബീച്ചിൻ്റേതാണ്.
ഹാമോണസെറ്റ് ബീച്ച് സ്റ്റേറ്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണക്ടിക്കറ്റിലെ മാഡിസണിലാണ്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീരദേശ പാർക്കാണ്. ലോങ് ഐലൻഡ് സൗണ്ടിനൊപ്പം ബീച്ചിൽ 2 മൈലോളം വ്യാപിച്ചു കിടക്കുന്ന ഇത് വിവിധ വിനോദ പരിപാടികൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരു ജനപ്രിയ കേന്ദ്രവുമാണ് ഈ ബീച്ച്. പാർക്കിൽ 2 മൈൽ മണൽ നിറഞ്ഞ ബീച്ചുകൾ നീന്തുന്നതിനും സൂര്യപ്രകാശത്തിനും ബീച്ച് കോമ്പിങ്ങിനും അനുയോജ്യമാണ്. സന്ദർശകരെ ഉൾക്കൊള്ളാൻ ബാത്ത് ഹൗസുകൾ, വിശ്രമമുറികൾ, കൺസെഷൻ സ്റ്റാൻഡുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നടക്കാനും ജോഗിങ്ങിനും ലോങ് ഐലൻഡ് സൗണ്ടിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും അനുയോജ്യമായ ഒരു ബോർഡ് വാക്ക് ബീച്ചിലൂടെ ഓടുന്നുണ്ട്. പാർക്കിൽ 500-ലധികം ക്യാമ്പ് സൈറ്റുകളുള്ള ഒരു വലിയ ക്യാമ്പ് ഗ്രൗണ്ട് ഉൾപ്പെടുന്നു. ടെൻറ്റുകൾ, ട്രെയിലറുകൾ എന്നിവയ്ക്കായി ഇവ ലഭ്യമാണ്. സൗകര്യങ്ങളിൽ വിശ്രമമുറികൾ, ഷവർ, ക്യാമ്പ് സ്റ്റോർ എന്നിവ ഉൾപ്പെടുന്നു. വൈവിധ്യമാർന്ന വന്യജീവികളുടെയും സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് ഹാമോണസെറ്റ് ബീച്ച്. പക്ഷി നിരീക്ഷണം വളരെ ജനപ്രിയമാണ്, പ്രത്യേകിച്ച് കുടിയേറ്റ കാലങ്ങളിൽ. മേക്സ് പോയിന്റ് നേച്ചർ സെന്റർ പ്രാദേശിക വന്യജീവികളെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും വിദ്യാഭ്യാസ പരിപാടികളും പ്രദർശനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രകൃതി രമണീയമായ തീരദേശ ആവാസ വ്യവസ്ഥകളിലൂടെയും വനപ്രദേശങ്ങളിലൂടെയും കടന്നുപോകുന്ന നിരവധി ഹൈക്കിംഗ്, ബൈക്കിംഗ് പാതകൾ പാർക്കിലുണ്ട്. തീരത്ത് നിയുക്ത പ്രദേശങ്ങളിൽ ഉപ്പുവെള്ള മത്സ്യബന്ധനം അനുവദനീയമാണ്. ലോങ് ഐലൻഡ് സൗണ്ടിൽ നിന്നുള്ള വിവിധതരം മത്സ്യങ്ങളെ മത്സ്യത്തൊഴിലാളികൾക്ക് പിടിക്കാവുന്നതാണ്. കയാക്കുകളും തോണികളും ഉൾപ്പെടെ ചെറിയ ബോട്ടുകൾ ഇറക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പാർക്കിലുണ്ട്. ഇത് തീരത്തെ ജല പര്യവേഷണം ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. മേശകളും ഗ്രില്ലുകളുമുള്ള നിരവധി പിക്നിക് ഏരിയകൾ പാർക്കിലുടനീളം ചിതറിക്കിടക്കുന്നുണ്ട്. ഇത് കുടുംബ സമ്മേളനങ്ങൾക്കും ഔട്ട്ഡോർ ഭക്ഷണത്തിനും അനുയോജ്യമായ സ്ഥലങ്ങൾ നൽകുന്നു. പാർക്ക് വിവിധ സീസണൽ ഇവന്റുകൾ, ഗൈഡഡ് പ്രകൃതി നടത്തങ്ങൾ, എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകർക്കായി വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവ നടത്തുന്നു. ഹാമോണസെറ്റ് ബീച്ച് സ്റ്റേറ്റ് പാർക്കിലേക്ക് കാറിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അന്തർ സംസ്ഥാന 95-ൽ നിന്ന് അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആക്സസ് ചെയ്യാവുന്ന വിശ്രമമുറികളും ബീച്ച് വീൽചെയറുകളും ഉൾപ്പെടെ വൈകല്യമുള്ള സന്ദർശകരെ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സൗകര്യങ്ങളുള്ള നന്നായി പരിപാലിക്കപ്പെടുന്ന ഒരു പാർക്കും കൂടിയാണിത്. വേനൽക്കാലത്ത്, പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ, അവധി ദിവസങ്ങളിലും പാർക്കിൽ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിസ സംബന്ധിച്ചുള്ള വിവരങ്ങൾ
നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ട്രാവൽ വ്ളോഗുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു. ബൈ.